കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ പദവി ദുരുപയോഗം ചെയ്തതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനം സുപ്രീം കോടതി അയോഗ്യമാക്കി വിധി വന്ന ശേഷവും തലേ ദിവസവും അദ്ദേഹം ഇന്റർവ്യൂ നടത്തി തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം നൽകിയ നടപടിയാണ് വിവാദമായിരിക്കുന്നത്. ഇത് റദ്ദാക്കണമെന്നും വിസിയായുള്ള പുനർനിയമനത്തിന് ശേഷം അദ്ദേഹം നടത്തിയ എല്ലാ അധ്യാപക നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും കണ്ണൂർ വിസിക്കും നിവേദനം നൽകി. മുൻ വിസിയുടെ നിർദ്ദേശാനുസരണം ഇന്റർവ്യൂകൾ എല്ലാം ഓൺലൈനായി നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും സമിതി ആരോപിച്ചു. ഡൽഹിയിലെ സർവകലാശാലകളിലെ തന്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകരെ വിഷയവിദഗ്ധരായി നാമനിർദ്ദേശം ചെയ്ത് ഓൺലൈനായി ആയിരുന്നു എല്ലാ ഇന്റർവ്യൂകളും നടത്തിയത്. ഇന്റർവ്യൂ നേരിട്ട് നടത്താത്തതിനാൽ ഇന്റർവ്യൂവിൽ ആരെല്ലാം പങ്കെടുത്തു എന്ന് പോലും മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. മഹാമാരി കാലത്ത് പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ ഓൺലൈൻ രീതി കണ്ണൂരിൽ മാത്രമായി തുടർന്നത് ബോധപൂർവമാണ്. സുപ്രീം കോടതി വിധി വന്ന ദിവസം പോലും ഇന്റർവ്യൂ നടത്തി തനിക്ക് താൽപര്യമുള്ള ഒരാൾക്ക് ജിയോഗ്രഫി വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി 1ാം റാങ്ക് നൽകിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. 2 ദിവസമായി നടന്ന ഇന്റർവ്യൂവിന്റെ ആദ്യ ദിവസം മുഴുവൻ സമയവും വിധി വന്ന ദിവസം മറ്റൊരു പ്രൊഫസറെ ചുമതലപ്പെടുത്തിയതും ഇന്റർവ്യൂ പൂർത്തിയാക്കി മുൻ വിസിക്ക് വേണ്ടപ്പെട്ടയാൾക്ക് നിയമനം നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഒരു വിഷയത്തിൽ വ്യത്യസ്ത ബോർഡ് ഇന്റർവ്യൂ നടത്തുന്നതും മറ്റൊരാളെ വിസിയുടെ നോമിനിയായി ഇന്റർവ്യൂ നടത്താൻ ചുമതലപ്പെടുത്തുന്നതും ചട്ടവിരുദ്ധമാണ്. 1ാം റാങ്ക് നൽകിയിട്ടുള്ള ടി.പി. സുദീപിന്റെ ഗവേഷണ ഗൈഡായ JNUവിലെ പ്രൊഫസറെ മുൻ വിസി വിഷയവിദഗ്ധനായി നിയമിച്ചത് പ്രസ്തുത ഉദ്യോഗാർത്ഥിക്ക് 1ാം റാങ്ക് നൽകാനായിരുന്നുവെന്ന് ആരോപണമുണ്ട്. പുനർനിയമനത്തിന് ശേഷം മുൻ വിസി ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയ എല്ലാ നിയമനങ്ങളും പുനഃപരിശോധിക്കണമെന്നും ജിയോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കണമെന്നും അധ്യാപക നിയമനങ്ങൾ ഓൺലൈനായി നടത്തുന്ന രീതി തുടരരുതെന്നും ആവശ്യപ്പെട്ടാണ് ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ RS ശശികുമാർ, സെക്രട്ടറി M ഷാജർ ഖാൻ എന്നിവർ ചാൻസലർക്കും കണ്ണൂർ വിസിക്കും നിവേദനം നൽകിയത്.